Hi students, SLC IT മോഡൽ എക്സാമിലെ ഡാറ്റാബേസ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. The details of the participants in the Kudumbasri Kalamela is provided in the database file, namely kudumbasri.db in exam10 documents folder in home. From this, display the names of the participants of Opana competition alone using a SQL query. Open the given database file in DB browser for SQLite software. A sample SQL query to get the details of male participants alone in the Kalamela is given below. Select participant name from participant where gender equal to M. ഇതൊരു മോഡലാണ് തന്നിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതാണ്, ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റ് ദ SQL query to display the names of the participants of Opana competition in the execute SQL tab and run it. Take a screenshot of this and save it with your register number _ opana.png as file name to the exam10 products folder in home. To take screenshot, press the print screen key on the keyboard, then select the specified portion in the window that appears and press the enter key. The screenshot file will be available in the pictures folder in home. Copy it to exam10 products and give it to a specific file name. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. കുടുംബശ്രീ കലാമേളയിൽ പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ ഹോമിലെ exam10 ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ കുടുംബശ്രീ .db എന്ന ഡാറ്റാബേസ് ഫയലിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒപ്പന മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ മാത്രം SQL ക്വറി നൽകി പ്രദർശിപ്പിക്കാം. അപ്പോൾ അതിനായിട്ട് ആ ഫയലും നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഷോ ആപ്ലിക്കേഷൻസിൽ ഡാറ്റാബേസ് എന്നുള്ളത് DB നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ DB ബ്രൗസർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ നമ്മളോടൊരു ഡാറ്റാബേസ് ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ഓപ്പൺ ഡാറ്റാബേസ് കൊടുക്കുന്നു. ഇവിടെ കുടുംബശ്രീ .db എന്നുള്ള ഫയലാണ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. ഓപ്പൺ എന്ന് കൊടുത്തു. അപ്പോൾ ആ ഫയൽ ഇവിടെ ഓപ്പൺ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2 ടേബിൾസ് നിങ്ങൾ കാണാം, ഡിസ്ട്രിക്റ്റും ഉണ്ട്, പാർട്ടിസിപ്പൻറ്റും ഉണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് എക്സിക്യൂട്ട് SQL എന്നുള്ളതാണ്. നമ്മൾ SQL ക്വറി ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ SQL ക്വറി ടു ഡിസ്പ്ലേ ദ നെയിംസ് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഓഫ് ഒപ്പന കോമ്പറ്റീഷൻ ഇൻ ദ എക്സിക്യൂട്ട് SQL ടാബ്. ഇതാണ് നമ്മളോട് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബ്രൗസ് ഡാറ്റയിൽ ഈ പറയുന്ന ടേബിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ പാർട്ടിസിപ്പൻ്റ് എന്നാണ് നമ്മുടെ ടേബിൾ. ആ പാർട്ടിസിപ്പൻ്റ് എന്നുള്ളത് എടുത്തു. ഇതിൽ ഒപ്പനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അതിൽ ഒപ്പനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ നെയിം മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് കൊടുക്കേണ്ടത് ഐറ്റം നെയിം എന്നാണ്. ഇവിടെ പാർട്ടിസിപ്പൻ്റ് നെയിമാണ് നമുക്ക് കിട്ടേണ്ടത്. അതേപോലെ തന്നെ ടേബിളിൻ്റെ പേര് പാർട്ടിസിപ്പൻ്റ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് പോലെയുള്ള ഒരു ക്വറിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് അത് തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. സെലക്ട് പാർട്ടിസിപ്പൻ്റ് നെയിമാണ് വേണ്ടത്. അപ്പോൾ പാർട്ടിസിപ്പൻ്റ് നമ്മൾ അടിക്കുമ്പോഴത്തേക്കും താഴേക്ക് കാണിക്കുന്നുണ്ട്. കീബോർഡിലെ ഡൗൺ ആരോ പ്രസ് ചെയ്തിട്ട് പാർട്ടിസിപ്പൻ്റ് നെയിം എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇനി എൻ്റർ പ്രസ് ചെയ്തു. അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്പേസ് സെലക്ട് പാർട്ടിസിപ്പൻ്റ് നെയിം ഫ്രം പാർട്ടിസിപ്പൻ്റ് എന്ന് കൊടുക്കണം. ടേബിളിൻ്റെ നെയിം പാർട്ടിസിപ്പൻ്റ് എന്നാണ് ടേബിളിൻ്റെ നെയിം, അത് കൊടുത്തു. ആരോ കീ പ്രസ് ചെയ്തിട്ട് ടേബിളിൻ്റെ നെയിം സെലക്ട് ചെയ്തു, എൻ്റർ കൊടുത്തു. പാർട്ടിസിപ്പൻ്റ് വേർ നമുക്ക് കിട്ടേണ്ടത് ഐറ്റം നെയിമാണ്. ഒപ്പനയ്ക്ക് പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫീൽഡ് നെയിം വരുന്നത് ഐറ്റം നെയിമാണ്. അപ്പോൾ ഇവിടെ ഐറ്റം നെയിം എന്ന് കൊടുക്കുക. ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. അത് ആരോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. ഐറ്റം നെയിം ഈക്വൽ ടു ഇൻവേർട്ടർ കോമയിൽ ഒപ്പന എന്ന് കൊടുത്തു. ഒപ്പന എന്ന് O ക്യാപിറ്റലാണ്, ഒപ്പന എന്ന് കൊടുത്തു. ഇൻവേർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെ കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇവിടെയുള്ള പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ അത് ഇവിടെ അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ ഈ ഒരു ഒപ്പന എന്നുള്ളതിൽ
ഓ സ്മോളാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്താൽ അതിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് അവിടെ തന്നതുപോലെ തന്നെ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വറി നമ്മൾ ഓർത്ത് വെക്കണം. ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് പാർട്ടിസിപ്പൻറ്റ് നെയിം, ഫ്രം പാർട്ടിസിപ്പൻറ്റ് ഏതാണോ ടേബിൾ അത് കൊടുക്കുക. അതിനുശേഷം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫീൽഡ് ഏതാണോ അതിൻ്റെ നെയിം ഇവിടെ കൊടുക്കണം, ഐറ്റം നെയിം. അത് കഴിഞ്ഞിട്ട് ഏത് ഇതാണോ നമുക്ക് കാണേണ്ടത് അത് കൊടുക്കുക. അതിന് ശേഷം പ്ലേ ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് കാണിക്കുന്നുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. PNG ഫയലായിട്ട് എക്സാം 10ൽ സേവ് ചെയ്യാനാണ് പറഞ്ഞത്. കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്യുന്നു. ഇവിടെ സെലക്ഷൻ എന്നുള്ളിടത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്തു. ഇത്രയും ഭാഗം മതിയെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്തു. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് ക്യാപ്ചേർഡ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഷോ ഇൻ ഫയൽസ് എന്ന് കൊടുത്താൽ നേരെ പിക്ചേഴ്സിലേക്ക് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ പിക്ചേഴ്സിലേക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. റൈറ്റ് ക്ലിക്കിൽ കോപ്പി എന്ന് കൊടുക്കുന്നു. ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സിൽ റൈറ്റ് ക്ലിക്ക് പേസ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു നെയിം നമ്മൾ മാറ്റണം. റൈറ്റ് ക്ലിക്കിൽ റീനെയിം എന്ന് കൊടുത്തു. ഇവിടെ ഇത് നമ്മുടെ രജിസ്റ്റർ നമ്പറായിട്ട് കൊടുക്കുക. _ ഇവിടെ തന്നിരിക്കുന്നത് ഒപ്പന എന്നാണ്. ഇവിടെ തന്നിരിക്കുന്നത് ഒപ്പന എന്ന് കൊടുക്കാനാണ്. അപ്പോൾ ഒപ്പന എന്ന് കൊടുത്തു. ഇവിടെ റീനെയിം എന്ന് കൊടുക്കുക. ഇങ്ങനെയാണിത് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The details of children participating in the school Kalolsavam are given in the file, namely Kalolsavam DB in the Exam 10 products folder, Exam 10 documents folder in home. From this, display the names of the children participating in the drama competition alone using an SQL query. A sample query to find the details of the girls participating in the competition is given below. Select student's name from students where gender F. Write the SQL query to obtain the names of the children participating in the drama competition in the Execute SQL tab and run it. നേരത്തെ ചെയ്ത പോലെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. സ്കൂളിലെ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ ഹോമിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ കലോത്സവം DB എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിന്ന് എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു. ഹോമിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സിൽ കലോത്സവം DB എന്ന് തന്നിട്ടുണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഫയൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 ഫയൽസ് കാണാം. ഡിസ്ട്രിക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റുഡൻസും ഉണ്ട്. നമ്മൾ ബ്രൗസ് ഡാറ്റ എടുത്തിട്ട് നമുക്ക് കാണേണ്ടത് സ്റ്റുഡൻസ് ആണെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എക്സിക്യൂട്ട് SQL എടുത്തിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡ്രാമ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽ ആണ്. അപ്പോൾ ഇതാണ് ഒരു മോഡൽ ക്വറി ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സെലക്ട് ആദ്യം ആ ഫീൽഡ് സ്റ്റുഡൻസ് നെയിമാണ് വേണ്ടത്. അത് ഏത് ടേബിളാണെന്നുള്ളത് കൊടുക്കുക. അതിൽ ഏതാണോ ആ ഒരു ഡ്രാമ എന്നുള്ളതിൻ്റെ ഫീൽഡ് നെയിം അത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ബ്രൗസ് ഡാറ്റ കൊടുത്താൽ ഡ്രാമ എന്നുള്ളതിൻ്റെ ഫീൽഡ് നെയിം ഐറ്റം നെയിമാണ്. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് എക്സിക്യൂട്ട് SQL എടുത്തു. ഇവിടെ സെലക്ട് സ്റ്റുഡൻസ് നെയിമാണ് വേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസ് നെയിം എന്ന് കൊടുത്തു. ഇവിടെ സ്റ്റുഡൻസ് നെയിം എന്നുണ്ട്, അതെടുത്തു. ഇവിടെ നിന്ന് ആരോ കീ പ്രസ് ചെയ്തിട്ട് എൻ്റർ അടിക്കണം. നെയിം ഫ്രം ഏതാണ് ടേബിൾ, ആ ടേബിളാണ് അടുത്ത് കൊടുക്കേണ്ടത്. സ്റ്റുഡൻസ് എന്നാണ് ടേബിളിൻ്റെ നെയിം. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. അവിടെയും എൻ്റർ പ്രസ് ചെയ്യുന്നു. വേർ എന്താണ് ആ ഫീൽഡ് നെയിം, നമുക്കിവിടെ കിട്ടേണ്ടത് ഡ്രാമയുടെ ഫീൽഡ് നെയിമാണ്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് ഐറ്റം നെയിം. വേർ ഐറ്റം നെയിം ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യുന്നു. ഐറ്റം നെയിം ഈക്വൽ ടു ഇൻവെർട്ടർ കോമയിൽ ഡ്രാമ എന്ന് കൊടുക്കുക. D ക്യാപിറ്റലാണ്, അപ്പോൾ അങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് കറക്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ ഓരോന്നും ഈ ആരോ കീ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ മാറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കിട്ടാതെ വരും. അതുകൊണ്ട് ഇങ്ങനെ ഇതിനകത്ത് വരുന്ന ആ ഒരു ആരോ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ പ്ലേ എന്നുള്ള ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു.
ഇവിടെ എക്സിക്യൂട്ട് എന്നുള്ള ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. ഇവിടെ ആ സ്റ്റുഡൻസ് നെയിം, ഡ്രാമ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം അവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്തു. അതിൽ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ അവിടെ സെലക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്ക്രീൻഷോട്ട് ക്യാപ്ചർ എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു. അല്ലെങ്കിൽ നമുക്കിവിടെ ഫയൽസിൽ നിന്ന് പിക്ചേഴ്സിൽ ഇവിടെ സ്ക്രീൻഷോട്ടിൽ ഈ ഒരു ഇപ്പോൾ എടുത്ത പിക്ചർ ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അത് സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ കോപ്പി എന്ന് കൊടുത്തു. ഹോമിൽ എക്സാം 10 പ്രൊഡക്ട്സ് എടുത്തു. റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് കൊടുക്കാം. ഇവിടെ നമ്മൾ റീനെയിം ചെയ്യണം. റൈറ്റ് ക്ലിക്കിൽ റീനെയിം എന്ന് കൊടുത്തു. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ഡ്രാമ എന്ന് കൊടുക്കുക. ഇവിടെ റീനെയിം എന്ന് കൊടുത്തു. അങ്ങനെ ഇത് സേവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിയേറ്റ് എ ഡാറ്റാബേസ് യൂസിങ് ദ DB ബ്രൗസർ ഫോർ SQLite software as per the instructions given below. Save the database with your register number _school as file name to the exam 10 products folder in home. Create a table named students in the database with the following field. Set the field student ID as the primary key. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. DB ബ്രൗസർ ഫോർ SQLite എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് താഴെ കാണുന്ന സൂചനകൾക്കനുസൃതമായി ഒരു ഡാറ്റാബേസ് നിർമ്മിക്കുക. അപ്പോൾ ഡാറ്റാബേസിൻ്റെ നെയിം നിങ്ങളെ രജിസ്റ്റർ നമ്പർ _school എന്ന പേരിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഷോ ആപ്ലിക്കേഷൻസ് എടുത്തു. ഇവിടെ DB എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സോഫ്റ്റ്വെയർ ഇവിടെ വന്നിട്ടുണ്ട്. DB ബ്രൗസർ ഫോർ SQLite. ഇതൊന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മളോട് ആദ്യം തന്നെ ഡാറ്റാബേസിന് നെയിം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂ ഡാറ്റാബേസ് എന്ന് കൊടുത്തു. സേവ് ചെയ്യേണ്ടത് exam 10 പ്രൊഡക്ട്സിലാണ്. അതിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ _school എന്ന് കൊടുക്കാൻ പറഞ്ഞു. സ്കൂളിന് കൊടുത്തു. ഇവിടെ സേവ് എന്ന് കൊടുത്തു. ഇനി നമ്മളിവിടെ ടേബിളിൻ്റെ നെയിമാണ് ഇവിടെ കൊടുക്കാൻ വന്നത്. ടേബിൾ എന്നുള്ളത് കൊടുക്കുക. സ്റ്റുഡൻസ് എന്നാണ് കൊടുക്കാൻ പറഞ്ഞത്. സ്റ്റുഡൻസിന് കൊടുത്തു. ഇനി ഓരോ ഫീൽഡായിട്ട് ഇവിടെ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ആഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓരോ ഫീൽഡ് കൊടുക്കാനായിട്ട് ആഡ് കൊടുത്തു. ആദ്യത്തെ ഫീൽഡ് സ്റ്റുഡൻറ്റ് ID ആണ്. അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. സ്റ്റുഡൻറ്റ് ID എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് ടെക്സ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്തു. പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ PK എന്നുള്ളിടത്ത് ടിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ പ്രൈമറി കീ ആയിട്ട് അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫീൽഡ് കൊടുക്കാനായിട്ട് ആഡ് കൊടുത്തു. ഇവിടെ വീണ്ടും നെയിം എന്ന് കൊടുക്കുക. ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. വീണ്ടും ആഡ് എന്നുള്ളത് കൊടുക്കുക. അവിടെ ഏജ് എന്ന് കൊടുത്തു. അടുത്തതിൽ ഇവിടെ ഇൻറ്റിജർ തന്നെയാണ്. ഇൻറ്റിജർ എന്നുള്ളതാണ് സെറ്റായിരിക്കുന്നത്. വീണ്ടും ആഡ് കൊടുക്കുക. ഇവിടെ ഫീൽഡ് 4 എന്നുള്ളിടത്ത് ജെൻഡർ എന്ന് കൊടുക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇത്രയും ഫീൽഡാണ് കൊടുക്കാൻ പറഞ്ഞത്. അതിൽ സ്റ്റുഡൻറ്റ് ID പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓക്കെ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസ് എന്ന പേരിൽ എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഫീൽഡൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് ചേഞ്ചസ് ടു ഡാറ്റാബേസ് ഫയൽ എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ റൈറ്റ് ചേഞ്ചസ് എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മളോട് ഇവിടെ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.